ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കെല്ലാം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊടുക്കുന്നതാണ്. പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് കിട്ടാൻ എന്തുകൊണ്ട് ഡിലേ ആകുന്നു? കണ്ടിന്യൂസ് ഷെഡിങ് നടക്കുന്ന ഒരു ഏരിയയാണ് ഹെയർ. അപ്പോൾ ആ ഹെയറിനെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഡിസയർ ചെയ്യുന്ന റിസൾട്ട് ആ ഒരു പ്രോപ്പർ സ്പാൻ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഹലോ എവ്രി വൺ, ഗുഡ് ഡേ. എൻ്റെ പേര് ഡോക്ടർ ഹരിശങ്കർ. ഞാൻ കൺസൾട്ടൻറ്റ് മാക്സിലോഫേഷ്യൽ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ, ലാ ഡെൻസിറ്റി, കൊച്ചി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മളിപ്പോൾ തരുന്നുണ്ട്. മെയിനായിട്ട് എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട, പക്ഷേ എനിക്ക് മുടി വളർത്തണം എന്നുള്ളൊരു മെയിൻ ആഗ്രഹം എല്ലാ ആൾക്കാർക്കും. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കെല്ലാം നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കൊടുക്കുന്നതാണ് PRP പോലെയുള്ള നോൺ സർജിക്കൽ ടെക്നിക്സ് എന്ന് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് ആ ബ്ലഡിനകത്തുള്ള പ്ലാസ്മയെ മാത്രം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഏത് ഏരിയയിലേക്കാണോ ആവശ്യം, ഹെയർ ലോസ് നല്ല രീതിയിൽ പ്രിവെയിൽ ചെയ്ത് നിൽക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ നോൺ സർജിക്കലി ചെയ്യുന്നതിനാണ് PRP എന്ന് പറയുന്നത്. PRPയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്-റിച്ച് പ്ലാസ്മ എന്നാണ് അതിൻ്റെ ഫുൾ ഡെഫിനിഷൻ. അതായത് പ്ലേറ്റ്ലെറ്റ്സ് കംപ്ലീറ്റ്ലി റിച്ച് ആയിട്ടുള്ള പ്ലാസ്മയെ മാത്രം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഇഞ്ചെക്ഷൻസ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് PRP എന്ന് പറയുന്നത്. മന്ത്ലി ഒരു സെഷനായിട്ടാണ് നമ്മൾ എപ്പോഴും PRP റെക്കമെൻഡ് ചെയ്യുന്നത്. PRP ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഏരിയയിലേക്ക് ലോക്കലി ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി കൂടുകയും ലോക്കലി നമ്മളുടെ ഗ്രാഫ്റ്റിന് കുറച്ചും കൂടി കൂടുതൽ ന്യൂട്രീഷ്യസ് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രാഫ്റ്റിൽ നിന്ന് ആ ഗ്രാഫ്റ്റ് ഒന്നിലധികം ഹെയർ ഫോളിക്കിൾസിലെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നോൺ സർജിക്കലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന PRP, ബയോട്ടിൻ PRP, GFC പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുകൾ. ഇത് കംപ്ലീറ്റ്ലി ഹാംലെസ് ആൻഡ് കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അബ്സല്യൂട്ട്ലി സീറോ സൈഡ് എഫക്റ്റ് ആണ് ഈ പ്രൊസീജിയറുകൾ കൂടെ ഉണ്ടാകുന്നത്. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും നമ്മൾക്ക് PRP ട്രീറ്റ്മെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. ഒരു സെഷൻ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ പോസ്റ്റ് 21 ഡേയ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് PRP ട്രീറ്റ്മെൻറ്റിന്. PRP ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അബ്സോർപ്ഷൻ ടൈം, അതായത് മിനിമം 2 to 3 hours നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല, ഒരു തല നനയ്ക്കാൻ പാടില്ല. ആ അബ്സോർപ്ഷൻ പവറിനെ ഹാമ്പർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ആ ഒരു സമയത്ത് റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PRP നമുക്കൊരു ബൂസ്റ്ററായിട്ട് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ എക്സിസ്റ്റിംഗ് മുടിയെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഡെൻസിറ്റിയെ ഒരു പരിധിയിൽ കൂടുതൽ വരെ കീപ്പ് ചെയ്യാനുമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതൊരു റുട്ടീൻ ഡേ കെയർ പ്രൊസീജിയറാണ് PRP ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് PRP ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മെയിനായിട്ട് പലതരത്തിലുള്ള നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കൽ ലാ ഡെൻസിറ്റിയിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് PRP, ബയോട്ടിൻ PRP, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അഥവാ GFC, QR678 Neo എന്ന് പറയുന്ന പോലെയുള്ള നോൺ സർജിക്കൽ ടെക്നിക്കുകളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ എഫക്റ്റ് ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോ തരത്തിലാണ്. PRPക്ക് എക്സാമ്പിൾ 50% അബവ് ആണെന്നുണ്ടെങ്കിൽ ബയോട്ടിൻ PRPക്ക് 65% മുകളിലാണ് ക്ലിനിക്കൽ റിസൾട്ട് കാണപ്പെടുന്നത്. GFCക്ക് 85% മുകളിലേക്കും ക്ലിനിക്കൽ റിസൾട്ട് കാണപ്പെടാറുണ്ട്. റീസെൻ്റ്ലി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് QR678 Neo എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്. അതിൻ്റെ സക്സസ് റേറ്റ് കമ്പാരിറ്റീവ്ലി ബയോട്ടിൻ PRP, GFC, PRP പോലെയുള്ള ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ചിട്ട് ഓൾമോസ്റ്റ് ഡബിൾ ആണ് അതിൻ്റെ സക്സസ് റേറ്റ് വരുന്നത്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരാൻ തുടങ്ങുന്നത് അതിൻ്റെ അപ്കമിങ് ഡേയ്സുകളിലാണ്. PRP ട്രീറ്റ്മെൻറ്റിന് മുമ്പേ ഉണ്ടായിരുന്ന ഹെയർ ലോസിനെ അപേക്ഷിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 days കഴിയുമ്പോഴത്തേക്കും ഹെയർ ലോസ് പതുക്കെ ഒന്ന് കുറയാൻ ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ഓരോ വിസിറ്റ് നമ്മൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഹെയർ ലോസ് ഹെയർ ഫോൾ കംപ്ലീറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. അതിൻ്റെ കൂടെയാണ് ഡെൻസിറ്റിയും അതിനനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ആവുന്നത്. കെയർ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്? ഇപ്പോൾ എനിക്കൊരു PRP ചെയ്യണം. അപ്പോൾ ഞാൻ PRP ചെയ്യുന്ന സമയത്ത് എന്താണ് എനിക്ക് PRP ചെയ്യുന്നതിന് മുമ്പും PRP ചെയ്ത് കഴിഞ്ഞിട്ടും നോക്കേണ്ട കാര്യങ്ങളെന്നുള്ളത് എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ളൊരു കൺസേൺ ആണ്, അവരുടേതായ ഒരു ഡൗട്ടാണ്. നമ്മൾ PRP എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ ബ്ലഡ് എടുത്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ടും
ട്രീറ്റ്മെൻറ്റിന് മുമ്പും ട്രീറ്റ്മെൻറ്റിന് ശേഷവും നമ്മളുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഓൾട്ടറേഷനെയും നമ്മൾ അനുവദിക്കുന്നതല്ല. അതായത് PRP ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ആൽക്കഹോൾ കൺസംഷൻ, സ്മോക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും യൂസേജ് കൺസംഷൻസ് ഇതിനെയെല്ലാം നമ്മൾ എപ്പോഴും സമ്മതിക്കാറില്ല, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീജിയറിന് മുമ്പ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും സിസ്റ്റമിക്കലി നമ്മൾ കുറച്ചും കൂടി ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്, സേ എക്സാമ്പിൾ ഒരു ഫീവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൈനൈറ്റിസ്, ഒരു ജലദോഷം അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള ഒരു അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളുടെ ബ്ലഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സമീപിക്കാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡിനകത്ത് തന്നെ ബ്ലഡിൻ്റെ ക്വാളിറ്റി ആ ഒരു ഫോർ ദ ടൈം ബീങ് ലോക്കലി അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ടാകും. അങ്ങനെ എഫക്റ്റ് ആകുമ്പോൾ നമുക്ക് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ക്വാളിറ്റി നെഗോഷ്യബിൾ ക്വാളിറ്റിയിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് കിട്ടാൻ എന്തുകൊണ്ട് ഡിലേ ആകുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസണാണ് നമ്മളുടെ സിസ്റ്റമിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺസംഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് പ്രയറായിട്ട് നമ്മളുടെ ഡോക്ടർ ടീമിനായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർ ഒപ്പീനിയനിൽ മാത്രമാണ് ഈ പ്രൊസീജിയറിലേക്ക് പോകാനായിട്ട് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി അഥവാ എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനും അതിനെ ഓൾട്ടർ ചെയ്യാനും ആ പ്രോപ്പർ കൺസൾട്ടേഷൻ വഴി നമുക്ക് സാധിക്കും. പ്രീ ആൻഡ് പോസ്റ്റ് PRP കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടീഡിയസ് ആയിട്ടും ഒരുപാട് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രീ പ്രൊസീജിയറും പോസ്റ്റ് പ്രൊസീജിയറും ഇമ്മീഡിയറ്റ്ലി നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. എന്ത് സ്ട്രെയിനിങ് ആക്ടിവിറ്റീസും പോസ്റ്റ് ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷന് ഡിലേ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മാൻഡേറ്ററിലി പ്രൊസീജിയറിന് മുമ്പും പ്രൊസീജിയർ ചെയ്തതിന് ശേഷവും. നമ്മളുടെ ബ്ലഡ് തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ സീറോ സൈഡ് എഫക്റ്റ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് ഇറിവേഴ്സിബിൾ ആണ്. അതായത് ആ റിസൾട്ട് പഴയ രീതിയിലേക്ക് പോകില്ല എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ആ റിസൾട്ട് അങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. പ്രൊസീജിയറിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് ഫീവർ ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതിനെ ഇത് എഫക്റ്റ് ആവുമോ എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു പേഷ്യൻ്റ് ഒരു ഹെയർ ഫോൾ ഉണ്ട്, ആ ഹെയർ ഫോൾ ഉണ്ടാവുന്നതിനെ നമ്മൾ എപ്പോഴും മൾട്ടിഫാക്ടോറിയൽ തെറപ്പി എന്നുള്ള രീതിയിലല്ലാതെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഷെഡിങ് നടക്കുന്ന ഒരു ഏരിയയാണ് ഹെയർ. അപ്പോൾ ആ ഹെയറിനെ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഡിസയർ ചെയ്യുന്ന റിസൾട്ട് ആ ഒരു പ്രോപ്പർ സ്പാൻ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഹെയർ ലോസ് എന്നുള്ള രീതിയിൽ നമ്മളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 സ്റ്റേജ് ട്രീറ്റ്മെൻറ്റുകളാണ്. അതായത് മെഡിസിൻ പ്ലസ് PRP അല്ലെങ്കിൽ GFC പോലെയുള്ള നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കമ്പൈൻഡ് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ റീസൺ ഹെയർ ലോസ് വരാൻ പല കാരണങ്ങളുണ്ട്. സിസ്റ്റമിക് കാരണങ്ങളുണ്ട്, ലോക്കൽ ഫാക്ടറുണ്ട്. ലോക്കൽ ഫാക്ടറിനും സിസ്റ്റമിക് ഫാക്ടറിനെയും നമ്മൾ വെവ്വേറെ തിരിച്ച് അതിനെ പ്രോപ്പർലി ടാർഗറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇതിനെ 2 സൈഡിൽ നിന്നും ഹെയർ ലോസിൻ്റെ കാരണത്തിന് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയും അതുവഴി നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഒരു ഷോർട്ട് സ്പാനിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് PRP കൊണ്ട് മാത്രം എൻ്റെ മുടി കൊഴിച്ചിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ആൻസറാണ് PRP കൊണ്ട് മാത്രമല്ല, നമുക്ക് എന്താണോ ഹെയർ ഫോളിൻ്റെ ഒരു കാരണം, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡാൻഡ്രഫ് അല്ലെങ്കിൽ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി, എൻഡോക്രൈനൽ ഡിസോർഡർ, ഡയബറ്റിസ്, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ടാകുമ്പോൾ ആ കാരണങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ PRP മാത്രമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ PRP ചെയ്യുന്ന സമയം വരെയും നമുക്ക് ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ആ ട്രീറ്റ്മെൻറ്റ് നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, നമ്മുടെ അണ്ടർലൈങ് സിസ്റ്റമിക് കണ്ടീഷൻ, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബോഡിക്കുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും വരാൻ തുടങ്ങുകയും വീണ്ടും ഹെയർ ലോസ് പഴയ സ്റ്റേജിലേക്ക് എത്താനും ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഹെയർ ഫോളിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നമ്മളെപ്പോഴും ഒരു മൾട്ടി ഫാക്ടോറിയൽ അപ്രോച്ചിലായിട്ടായിരിക്കും നമ്മളെപ്പോഴും മുന്നോട്ട് പോകുന്നത്. സോ ഇതാണ് ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. PRP ട്രീറ്റ്മെൻറ്റ് ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് PRP ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഒരു ഹെയർ ഫോളിക്കിൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു തിൻ ഹെയർ എങ്കിലും ഉണ്ടാവണം. നമ്മൾ തിൻ ഹെയർ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ബോൾഡ് ആയിട്ടുള്ള ഒരു സ്കിന്നിലേക്കാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്കിൻ ആ
PRP അബ്സോർബ് ചെയ്യുകയും ആ സ്കിന്നിലെ സെല്ലുകളുടെ ഡിഫറൻസിയേഷൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ PRP ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഹെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ PRP ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അബ്സല്യൂട്ട്ലി ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. PRP ചെയ്യുന്ന ഏരിയയിൽ തിൻ ഹെയർ ആയിട്ടുള്ള ആ ഏരിയയിൽ നമ്മൾ PRP ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് വഴി ആ ഹെയർ റൂട്ടിന് പ്രോപ്പർ ന്യൂട്രീഷ്യസ് സപ്പോർട്ട് കിട്ടുകയും ആ ഹെയർ റൂട്ട് നമുക്ക് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു ഹെയർ ഫോളിക്കിളിനെയും ഡെലിവറി ചെയ്യുന്നതായിട്ടാണ് ഈ PRP പ്രൊസീജിയർ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ PRP ട്രീറ്റ്മെൻറ്റുകൾ തന്നെ പല ട്രീറ്റ്മെൻറ്റുകളിലേക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പം സ്കിൻ സ്മൂത്ത് ആവാൻ, നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒന്ന് ഗ്ലോസി ആവാൻ, ഫേഷ്യൽ സ്കിൻ റെജുവിനേറ്റ് ചെയ്യാൻ, ഇതിനെല്ലാം നമുക്ക് PRP സഹായിക്കുന്നതാണ്. അപ്പോൾ ഹെയർ ഫോളിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹെയർ തിന്നായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് PRP കൊണ്ട് മാത്രം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് ഹെയർ ഫോളിനെയും PRPയെയും ഹെയർ തിന്നിങ്ങിനെയും എല്ലാം മൾട്ടി ഫാക്ടോറിയലി, അതായത് എല്ലാ സൈഡിൽ നിന്നും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് അവിടെ ഒരു തിൻ ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന മെഡിസിനും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾക്കും ഒരു റിസൾട്ടും നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ ജസ്റ്റ് ഒരു നെയിം സേക്ക് എന്നുള്ള രീതിയിലേക്ക് മാത്രമേ പോവുള്ളൂ. ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാനും ആ പ്രോപ്പർ ഡിസിഷൻ പ്ലാൻ ചെയ്യാനും നമ്മളൊരു പ്രോപ്പർ കൺസൾട്ടേഷന് വന്നതിന് ശേഷം ആ കൺസൾട്ടേഷൻ വഴിയാണ് നമ്മൾ എന്താണ് റിക്വയർഡ് അഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. എന്തുകൊണ്ട് PRP, എന്തുകൊണ്ട് ബയോട്ടിൻ PRP, എന്തുകൊണ്ട് GFC എന്നുള്ളത് ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. PRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ആണ്. ദാറ്റ് ഹാസ് ബീൻ യൂസിങ് ഫോർ ദ പാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ PRPയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന റിസൾട്ട് നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ PRP ഒരു 6 സെഷൻ നമ്മൾ പറയുകയാണ്, എനിക്ക് 6 സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ചെയ്യാൻ പറ്റുന്നത് ബയോട്ടിൻ PRP അല്ലെങ്കിൽ GFC അല്ലെങ്കിൽ QR678 Neo എന്ന് പറയുന്നുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുകയും അതിനനുസരിച്ചിട്ടുള്ള ക്ലിനിക്കലി പ്രൂവൺ റിസൾട്ട് അതിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഓരോ കേസുകൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ഡോക്ടേഴ്സ് അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നതും എന്ത് ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും കേസിനനുസരിച്ചിട്ടും ആ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. മെയിൻ ഡിഫറൻസ് ആണ് PRP, ബയോട്ടിൻ PRP, GFC, QR678 Neo എന്നുള്ളതിൻ്റെ വ്യത്യാസം. അതിൻ്റെ ക്ലിനിക്കൽ റിസൾട്ടിനെ അടിസ്ഥാനപരമായിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വ്യത്യാസം ഓരോ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ. ഇനി ലേഡീസിനും ജെൻറ്റിനും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ അതോ ലേഡീസിന് ഒരു പ്രത്യേക ടൈപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതിനുള്ള ഒരു ആൻസറാണ്. ജെൻസ് ആണെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഹെയർ ലോസ് പാറ്റേൺ സംവാട്ട് സിമിലർ ടു മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അഡ്ജുവൻറ്റ് തെറപ്പി ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കൂടുതലും PRP പോലെയുള്ള നോൺ സർജിക്കൽ ടെക്നിക്. കൂടുതൽ റിസൾട്ട് നമുക്ക് എപ്പോഴും ഓൺ ദ ഫാസ്റ്റർ റേറ്റ് നമുക്ക് കിട്ടാവുന്നത് GFC, QR678 Neo എന്ന് പറയുന്ന പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് മെയിലിനും ആയാലും ഫീമെയിലിനായാലും പെർ മന്ത് ഓരോ മാസവും ഓരോ സെഷൻ എടുക്കുന്നതാണ് അത്യുത്തമം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിൽ നമുക്കൊരു സൈഡ് എഫക്റ്റോ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതല്ല. ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ബ്രാഞ്ചിനെ സമീപിക്കാം.